അമ്പലപ്പുഴയിലെ UDFന്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ടുള്ള ജി സുധാകരൻ ഇപ്പോൾ ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുകയാണ്. അമ്പലപ്പുഴയിൽ തെരഞ്ഞെടുപ്പ് സുതാര്യമായി നടക്കണമെങ്കിൽ അവിടെ കേന്ദ്രസേനയെ വിന്യസിക്കണമെന്നാണ് സുധാകരൻ ഇപ്പോൾ കോടതിയിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത്. മാത്രമല്ല, തനിക്ക് SDPIയുടെയും അതോടൊപ്പം തന്നെ CPMന്റെയും ഭീഷണിയുണ്ടെന്നും കോടതിയിൽ സുധാകരൻ വ്യക്തമാക്കിയിരിക്കുന്നു. രേഷ്മ ബാബു വിവരങ്ങളുമായി ചേരുകയാണ്. രേഷ്മ, ജി സുധാകരൻ CPMവുമായി കലഹിച്ച് പുറത്തേക്ക് പോകുമ്പോൾ അദ്ദേഹം പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ അമ്പലപ്പുഴയിലെ സിറ്റിംഗ് MLA H സലാം എന്നത് രാത്രിയായി കഴിഞ്ഞാൽ SDPIയും പകൽ CPMവുമാണ് എന്നുള്ളതാണ്. അപ്പോൾ CPM വിട്ടിപ്പോൾ UDFന്റെ സ്വതന്ത്രനായി മത്സരിക്കുന്ന വേളയിൽ SDPIയുടെയും CPMന്റെയും ഭീഷണി തനിക്കുണ്ട് എന്നാണോ സുധാകരൻ പറയുന്നത്? അതിനാൽ കേന്ദ്രസേന വേണം എന്നതാണോ ആവശ്യം? അതെ ഗൗതം, SDPIയുടെയും CPMന്റെയും കനത്ത ഭീഷണി തനിക്കുണ്ടെന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് ജി സുധാകരൻ ഹൈക്കോടതിയിൽ ഹർജി നൽകിയിരിക്കുന്നത്. കേന്ദ്രസേനയെ അമ്പലപ്പുഴ മണ്ഡലത്തിലെ എല്ലാ പോളിംഗ് ബൂത്തുകളിലും നിയോഗിക്കണമെന്നാണ് പ്രധാനപ്പെട്ട ആവശ്യം. തനിക്ക് അനുകൂലമായിട്ട് വോട്ട് ചെയ്യുന്നവരെ തടയുക എന്നുള്ള ഒരു ലക്ഷ്യമിട്ടുകൊണ്ട് തന്നെയാണ് CPMന്റെ ഭാഗത്തു നിന്നും അതോടൊപ്പം തന്നെ SDPIയുടെ ഭാഗത്തു നിന്നും ഭീഷണിയും നിരന്തരം കുപ്രചരണങ്ങളും വരുന്നത്. തന്റെ ഡ്രൈവറുടെ ജീവന് ഭീഷണി ഉണ്ട്, തക്ക സന്ദേശങ്ങളും വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇതിനെ തുടർന്ന് കേസ് എടുക്കുകയും ചെയ്തിട്ടുണ്ട്. അത് മാത്രമല്ല, പലയിടങ്ങളിലും തനിക്ക് അനുകൂലമായിട്ട് വോട്ട് ചെയ്യാൻ എത്തുന്നവരെ തടയുമെന്നുള്ള രീതിയിൽ പ്രചരണങ്ങൾ ഈ പറയുന്ന CPMന്റെ ഏരിയ കമ്മിറ്റി മെമ്പറും അതോടൊപ്പം തന്നെ SDPIയുടെ ജില്ലാ സെക്രട്ടറിയും നടത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സ്വതന്ത്രമായിട്ടുള്ള തെരഞ്ഞെടുപ്പിന് കനത്ത സുരക്ഷ അനിവാര്യമാണെന്നാണ് ജി സുധാകരൻ നൽകിയിട്ടുള്ള ഹർജിയിൽ പ്രധാനമായിട്ടും ഉന്നയിച്ചിരിക്കുന്ന ഒരു വാദം. മാത്രമല്ല, ഇതിനു വേണ്ടിയിട്ട് ഹൈക്കോടതി തന്നെ ഇടപെടൽ നടത്തണമെന്നും ഇതിനായിട്ട് കേന്ദ്ര സർക്കാരിന് നിർദ്ദേശം നൽകണം, കേന്ദ്രസേനയെ നിയോഗിക്കാനായിട്ട് കേന്ദ്ര സർക്കാരിനോട് നിർദ്ദേശം നൽകണമെന്നുമുള്ളതാണ് ആവശ്യം. എന്തായാലും അടുത്ത ദിവസമായിരിക്കും ഒരുപക്ഷെ ഈ ഹർജി ഹൈക്കോടതി പരിഗണിക്കുക. നേരത്തെ CPMൽ നിന്ന് പുറത്തുപോയ ശേഷം തനിക്ക് വലിയ രീതിയിൽ ഭീഷണി ഉണ്ട് എന്ന തരത്തിൽ ജി സുധാകരൻ തന്നെ മാധ്യമങ്ങളോട് പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായി. SDPIയിൽ നിന്നും അതോടൊപ്പം തന്നെ CPMൽ നിന്നുമാണ് ഇത്തരത്തിൽ ഭീഷണി നിലനിൽക്കുന്നത്. ഇത് തെരഞ്ഞെടുപ്പിനെ വലിയ രീതിയിൽ ബാധിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെയാണ് എല്ലാ സ്റ്റേഷനുകളിലും, എല്ലാ പോളിംഗ് സ്റ്റേഷനുകളിലും കേന്ദ്രസേനയെ നിയോഗിക്കണമെന്നുള്ള ഒരു ആവശ്യം മുൻനിർത്തിക്കൊണ്ട് സുധാകരൻ ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നത്. പല സ്ഥാനാർത്ഥികളും ഈ പോലീസ് സുരക്ഷ ആവശ്യപ്പെട്ട് ഹൈക്കോടതിയിൽ ഹർജി നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അതിന് ഒരു അടിയന്തര പ്രാധാന്യമുണ്ട്. അത് കണക്കിലെടുത്തുകൊണ്ട് തന്നെ വരും ദിവസം ഹൈക്കോടതി അത് പരിഗണിച്ചേക്കും. ഒരുപക്ഷെ ഇന്ന് തന്നെ ഇത് പരിഗണിക്കാനുള്ള ഒരു സാധ്യത കൂടി നിലനിൽക്കുന്നുണ്ട്. പ്രത്യേകിച്ച് സുധാകരന്റെ കാര്യത്തിൽ വലിയ രീതിയിൽ കേസുകൾ രജിസ്റ്റർ ചെയ്യപ്പെട്ട ഒരു സാഹചര്യമുണ്ട്. കാരണം സുധാകരന്റെ ഡ്രൈവർക്കെതിരെ ഭീഷണി വന്ന സമയത്ത് പോലീസ് കേസെടുത്തിരുന്നു. പിന്നീട് സുധാകരന് വോട്ട് ചെയ്യുന്നവർക്ക് അനുകൂലമായിട്ട് അല്ലെങ്കിൽ സുധാകരന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്നവർക്കെതിരെയും ഭീഷണി നിലനിന്ന ഒരു സാഹചര്യമുണ്ട്. ഇതൊക്കെ കണക്കിലെടുക്കുമ്പോൾ തനിക്ക് വോട്ട് ചെയ്യാൻ എത്തുന്നവരെ ഏതു വിധേനയും തടയുക എന്നുള്ളൊരു ലക്ഷ്യം CPMനും അതോടൊപ്പം തന്നെ SDPIക്കും ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ കനത്ത സുരക്ഷ മണ്ഡലത്തിലെല്ലാം ഉടനീളം ഉണ്ടാകണമെന്നുള്ളതാണ് സുധാകരന്റെ ആവശ്യം. എന്തായാലും ഹർജി ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുകയാണ്. അമ്പലപ്പുഴയിൽ സ്വതന്ത്രമായ സുതാര്യമായ തെരഞ്ഞെടുപ്പ് നടക്കണമെങ്കിൽ അവിടെ കേന്ദ്രസേനയുടെ സാന്നിധ്യം വേണം എന്നാണ് പഴയ കമ്മ്യൂണിസ്റ്റായ ജി സുധാകരൻ ഇപ്പോൾ പറയുന്നത്. തനിക്ക് ഇസ്ലാമിക ഭീകര ശക്തികളിൽ നിന്നും CPMൽ നിന്നും ഒരുപോലെ ഭീഷണിയുണ്ട് എന്ന കാര്യം കൂടി സുധാകരൻ കോടതിയെ ധരിപ്പിക്കുകയാണ്. രേഷ്മ ബാബുവാണ് വിവരങ്ങളുമായി ചേർന്നത്.